ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പൂച്ചക്കുട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു പാൻറ്റിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൻറ്റിന്റെ എല്ലാവർക്കും തയ്ക്കാൻ പറ്റും. ജസ്റ്റ് കുറച്ച് അളവ് മാത്രം നമുക്ക് മതി കേട്ടോ അതിന്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് പാൻ്റ് ആണ്. ഈ സിഗരറ്റ് പാൻറ് പോലെ തന്നെ അതിനൊരു അധികം ടൈറ്റും അല്ല, എന്നാൽ ലൂസും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ അതിന്. ഇപ്പം ഞാൻ ഈ ഇതിരിക്കുന്നത് ഇതുപോലെയാണ് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഇടാനായിട്ട്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇലാസ്റ്റിക് കൊടുത്തത് ഇതുപോലെ തയ്ച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വേറെ ഒരു ഇതും ഇല്ല, ഒന്ന് മടക്കി തയ്ക്കേ വേണ്ടു. ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പഠിച്ചു വരുന്നവർക്കൊക്കെ ഇത് ഈസിയാണ്. നമുക്ക് ഒരു 2.5 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തുകൂടെ? അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടോക്കാൻ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നതും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഈ പാൻറ്റ് തയ്ക്കാനായിട്ട് ഈ ഒരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2.5 മീറ്റർ വേണം. അപ്പോൾ ഈ 2.5 മീറ്ററിൽ എങ്ങനെയാണ് ആ പാൻറ്റ് തയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ തുണി രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് നമ്മളിതാ ഇതുപോലെ വീതിയിൽ രണ്ടായിട്ട് ഫ്രണ്ട് പാർട്ടിലേക്കാണ് മടക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടു. അവിടെ നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കാനായിട്ടാണ് എക്സ്ട്രാ ഇടുന്നത്. ഫുൾ ലെങ്ത് എടുക്കുക, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടുതൽ എടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ അതിനുശേഷം ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് നമുക്ക് എത്രയാണോ ഹിപ്പ്, വേസ്റ്റ് അല്ല, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണ അളവാണ് ഞാൻ അവിടെ അളപ്പെടുത്തിയിരിക്കുന്നത്. ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പിനെ 2 കൊണ്ട് പ്ലസ് ചെയ്യുക, അതാണ് അവിടുത്തെ ക്രോച്ച് ഏരിയ. അപ്പോൾ എനിക്ക് 12.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 10.5 ഇഞ്ചാണ് എനിക്ക് ഇവിടെ വരിക. അപ്പോൾ 12.5 ഇഞ്ച്. അതിനുശേഷം 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തു. അത് നമുക്ക് ആ ഒരു കോൺ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ആ ടേപ്പിൻ്റെ മെഷർമെൻറ്റ് കണ്ടില്ലേ, അതിപ്പോൾ 12.5 ഇഞ്ചാണ് വരിക. അതെ, ഇതുപോലെ 12.5 ഇഞ്ച് വരും കേട്ടോ. ടേപ്പ് വെച്ചിരിക്കുന്ന ഭാഗം അളക്കാനാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്ര അതിൻ്റെ പകുതി വരിക. അപ്പോൾ എനിക്ക് 12.5 ഇഞ്ചാണ് എനിക്ക് വരിക. അപ്പോൾ അതിൻ്റെ പകുതി, അപ്പോൾ 6.25 ആയിട്ടാണ് വരിക. ഇതാ ഒരു ഭാഗത്ത് 6.25. അപ്പോൾ അതേ 6.25 തന്നെ നമ്മൾ താഴേക്കും അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ, സെൻറ്റർ പോയിന്റ്. അപ്പോൾ അതുപോലെ തന്നെ താഴേക്കും 6.25 നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. അതേ ഇതുപോലെ അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗം നമ്മൾ അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് 7 വരുന്നത് കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് 3.5, അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് 3.5, അപ്പോൾ 7 കിട്ടിയില്ലേ. അപ്പോൾ അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും 3.5 വെച്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. സിമ്പിളാണ്. പിന്നെ ആ ഒരു കോൺ ഷേപ്പിൽ ഒരു ഇഞ്ചിൽ അടയാളപ്പെടുത്തിയത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇപ്പുറത്തും ഈ വീഡിയോയിൽ കാണുന്ന ആ ഭാഗത്തും ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചാൽ എളുപ്പമുണ്ടാവും. അപ്പോൾ എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് നമ്മൾ വെട്ടേണ്ടത്. ബാക്ക് പാർട്ട് വേറെ തന്നെ നമ്മൾ വേറെ വെട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ട് വെട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും തുണി രണ്ടായിട്ട് മടക്കി വയ്ക്കുക. ഇതിന് ഫോൾഡഡ് സൈഡൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ വെട്ടാം നമുക്ക്. അപ്പോൾ ഇതുപോലെ അതിനും 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ അടയാളപ്പെടുത്തിയിട്ടോ, അത് വേണം. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്രണ്ട് പാർട്ട് വെട്ടിയത് ആ ബാക്ക് പാർട്ടിനോട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ടോ ആ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഒരു ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. 2 ഇഞ്ചിൻ്റെ താഴോട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ വരയ്ക്കുന്ന ഭാഗത്ത് ഒരു മെഷർമെൻറ്റുകളും ഇല്ല. അതെങ്ങനെയാണോ ആ പോയിന്റിൽ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് അതേപോലെ തന്നെ നമ്മൾ അവിടെ ട്രേസ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ? അതിനുശേഷം നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്താണ്, ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ ഭാഗത്ത് കണ്ടോ കറക്റ്റ് പോയിൻ്റാണ് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരു മെഷർമെൻറ്റ് എടുക്കാനുണ്ട്. 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം കേട്ടോ. ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അത് ബാക്ക് പാർട്ടിന് 2 ഇഞ്ച് എപ്പോഴും കൂടുതൽ വേണം ഫ്രണ്ട് പാർട്ടിനേക്കാളും. 2 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി വരിക. ആ ഒരു കോണ്ട ഭാഗമല്ലേ, ആ ക്രോച്ച് ഏരിയയുടെ ഭാഗം, അവിടെ 2.5 ഇഞ്ച് എടുക്കുക കേട്ടോ. ഇതുപോലെ 2.5 ഇഞ്ച് എടുത്ത് നമ്മൾ ഇതുപോലെ ആ ഒരു ഷേപ്പാക്കി എടുക്കുക ബാക്ക് പാർട്ടിലും. കണ്ടോ? ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മളത് വരച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ താഴേക്കും 2 ഇഞ്ച് വീതം നമ്മൾ അടയാളപ്പെടുത്തി കൊണ്ടുവരിക. ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് വരയ്ക്കുക ഇതുപോലെ. അതിനുശേഷം മുകളിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ചെരിച്ച് നമ്മൾ വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഇലാസ്റ്റിക് ഇട്ടത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളത് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? ഈ ഒരു പോയിന്റ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ? ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക.
നമുക്കത് സ്റ്റിച്ചിങ്ങിലേക്ക് പോകട്ടെ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ രണ്ടിന് ക്രോച്ച് ഏരിയ ഞാൻ തയ്ച്ചു പോകുന്നുണ്ട്. ആ ക്രോച്ച് ഏരിയയുടെ ഭാഗം ഒരുമിച്ച് പിടിച്ച് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ആ ക്രോച്ച് ഏരിയയുടെ ഭാഗം മാത്രം കേട്ടോ. എന്നിട്ട് അതൊന്ന് വിടർത്തി എടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും എന്നിട്ട് നല്ല പുറം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ തയ്ക്കുക. ഉണ്ടോ? നല്ല പുറം ഒരുമിച്ച് വയ്ക്കുക, ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും. ബാക്ക് പാർട്ട് എപ്പോഴും വലുത് തന്നെയായിരിക്കും കേട്ടോ. അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 ഇഞ്ച് കൂടുതലിട്ടാണ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പോയിന്റുകളില്ലേ, ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് തയ്ച്ചാൽ മതി. ബാക്ക് പാർട്ട് എന്തായാലും വലുതായിരിക്കും, അത് നോക്കണ്ട. അപ്പോൾ അതുപോലെ അറ്റം വരെ മുകളിൽ നിന്ന് ഞാൻ കാണിക്കുന്ന ഭാഗം ഫുള്ളായിട്ട് താഴോട്ട് നമ്മൾ തയ്ച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ തയ്ച്ചെടുക്കുക. അതുപോലെ അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗം രണ്ടും നമ്മൾ ഫുള്ളായിട്ട് താഴെ വരെ തയ്ച്ചെടുക്കുക. കണ്ടോ? എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ കിട്ടും കേട്ടോ. 2 ഭാഗം തയ്ച്ചെടുത്തു. ക്രോച്ച് ഏരിയയുടെ ആ ഒരു ഭാഗം നമ്മൾ ആദ്യമേ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ടോ? ഇതുപോലെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് പാർട്ട് എപ്പോഴും വലുത് തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. പ്രശ്നമൊന്നുമില്ല, ശരിയായിക്കോളും. പിന്നെ ഈ ക്രോച്ച് ഏരിയയുടെ ഇവിടെ നിന്ന് താഴോട്ട് നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ സ്ലിറ്റ് വെക്കേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ സ്ലിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ താഴേക്ക് തയ്ച്ചെടുത്തു കേട്ടോ. തയ്ച്ചെടുത്തു. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ചുറ്റോറ് 2 ഇഞ്ച് നമ്മൾ വീണ്ടും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെയാണ് നമുക്ക് ഇലാസ്റ്റിക് ഇടേണ്ടത്. 2 ഇഞ്ച് ചുറ്റും നമ്മൾ അടയാളപ്പെടുത്തി, ഈസി ആവാനാണ്. ഇതിപ്പോൾ 1 ഇഞ്ചിൻ്റെ കണ്ടോ ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് വെട്ടിയെടുത്തു. നമ്മുടെ ഹിപ്പിനേക്കാളും ഒരു 3 ഇഞ്ച് കുറവിലെടുത്താൽ മതി. എന്നിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിത് കണക്ട് ചെയ്തെടുത്തിട്ടാണ് അതിൽ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇതുപോലെ ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഈ വെച്ചിരിക്കുന്ന പോലെ നമ്മൾ ഇലാസ്റ്റിക് വെക്കുക. എന്നിട്ട് അത് ഇപ്പുറത്തോട്ട് മടക്കിയെടുക്കുക കേട്ടോ. അതായത് നമ്മളവിടെ ചുറ്റും തയ്ച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനത് പിൻ വെക്കുകയാണ്. അപ്പോൾ തയ്ച്ചെടുക്കുക കേട്ടോ. പിൻ വെച്ച് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് അതുപോലെ വെച്ച് കൊടുത്ത് പിൻ വെച്ച് പതുക്കെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. അത് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പിൻ കുത്തി കൊടുത്താൽ മതി. 1/2 ഇഞ്ചിൽ വിട്ട് നമ്മൾ അത് തയ്ച്ചെടുക്കാം കേട്ടോ. അതായത് ചുറ്റും നമ്മൾ തയ്ച്ചെടുത്ത് കൊണ്ടുവരാം. ആ ഒരു പോയിന്റിൽ അതറിയാലോ, നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. പതുക്കെ തയ്ച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചുറ്റും തയ്ച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഇലാസ്റ്റിക്കൊക്കെ ഒന്ന് വിരിച്ച് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് വെക്കുക. കണ്ടോ? ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇലാസ്റ്റിക്കിൻ്റെ എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തിടുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കായില്ലേ, കണ്ടോ? അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതിൽ സ്ലിറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ വെക്കില്ല. പക്ഷേ അതിന് ശേഷം എനിക്ക് തോന്നി സ്ലിറ്റ് വെക്കാൻ. അപ്പോൾ ഒരു 3 ഇഞ്ചിൽ ഞാനൊന്ന് അവിടെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ട് തയ്ച്ചെടുത്തു കേട്ടോ. ഇതിലിപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചിട്ടുള്ളൂ. കണ്ടോ? ഇതുപോലെ തയ്ച്ചെടുത്തു കേട്ടോ ഇതിൻ്റെ അടിഭാഗം. ഇനി ഞാൻ ഈ ഇലാസ്റ്റിക് അതിൻ്റെ മിഡിൽ ഭാഗത്തോടെ ഒന്ന് തയ്ച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. അത് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് മുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്താണ് ഈ പാൻറ്റ്. അപ്പോൾ ഇത് ഈസിയാണ്, തയ്ച്ച് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്